चड्डा अंकल। गुड मॉर्निंग अंकल। वेरी गुड मॉर्निंग वीर। തേനീച്ചകളൊക്കെ എവിടുന്ന് വന്നു? ഈ ചഡ്ഡാങ്കൾ എന്തിനാ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് എപ്പോഴും വണ്ടി ഓടിക്കുന്നേ? അകത്തോട്ട് പോകരുത്. അകത്ത് തലയില്ലാത്ത ഭൂതമുണ്ട്. അകത്തോട്ട് പോകുന്നവരൊക്കെ ഭൂതം പ്രാവാക്കി മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. പോകരുത്, നിക്ക്. വേഗം ഭൂതത്തിന്റെ വേഷം ധരിക്കേ. ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിക്കണം. ഞാനെല്ലാം കണ്ടല്ലോ. നിങ്ങൾ ഭൂതങ്ങളൊന്നുമല്ല. ഇനി നിന്നെ ഞങ്ങൾക്ക് വെറുതെ വിടാനാവില്ല. വിട്ടാൽ നീ പുറത്തുപോയി സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. ഇവിടെ ഭൂതങ്ങളല്ല മനുഷ്യന്മാരാണെന്ന്. പിന്നെ ഞങ്ങളുടെ മോഷണങ്ങളും സ്മഗ്ലിംഗ് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. നിന്നെ ഞങ്ങളിവിടെ കെട്ടിയിടാൻ പോവുകയാണ്. ഭൂതങ്ങൾ അവളെ ഒരു പ്രാവാക്കി പറത്തി വിട്ടിരിക്കുന്നു. ഓടിക്കോ. മുത്തശ്ശ, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ? എന്തു പറ്റി? നിങ്ങൾ എന്താ ഇത്ര ഭയന്ന് വിറച്ച് നിൽക്കുന്നത്? ഇന്നെന്റെ മോള് സാരിക എന്നോട് ദേഷ്യപ്പെട്ട് പ്രാവായി പറന്നു പോയി കളഞ്ഞു. മുത്തശ്ശ, എന്നെ ഒന്ന് സഹായിക്കും മുത്തശ്ശ, പ്ലീസ്. അപ്പോ ശരി ശരി, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ നേരിട്ട് പോയി അവിടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം, കേട്ടോ? ഞാനും അപ്പൂപ്പന്റെ കൂടെ വരാം. അപ്പൂപ്പ, ഞാൻ സരികയെ ഭൂതങ്ങളുടെ അടുത്തുനിന്ന് രക്ഷിക്കാം. നല്ല ധൈര്യശാലിയാണ് വീർ. ഞാനും ഭയങ്കര ഒരു ധൈര്യശാലിയൊക്കെ തന്നെയാ. ഭൂതങ്ങളും പ്രേതങ്ങളൊന്നും ഈ ഭൂമിയിലില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ പെൺകുട്ടിയെ അവിടുന്ന് രക്ഷിച്ചോണ്ട് വരും. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. വരൂ വരൂ, എല്ലാവർക്കും അങ്ങോട്ട് പോകാം. പിന്നെ ആരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, നഗരം മുഴുവൻ നമ്മൾ തലയില്ലാത്ത ഭൂതത്തിന്റെ വാർത്ത പരത്തിയിരിക്കുകയാണ്. അത് കാരണം ആളുകളുടെ മനസ്സിൽ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ആരും ഇവിടേക്ക് വരാറില്ല. പക്ഷെ എന്നിട്ടും ഇവർ ഇവിടം വരെ എത്തിയെങ്കിൽ നമ്മുടെ മോഷണ വസ്തുക്കൾ നമ്മളിനി ഇവിടെ ഒളിപ്പിക്കാൻ പാടില്ല. ഒരു ഐഡിയ ഉണ്ട് ബോസേ. നമുക്ക് നമ്മുടെ ഭൂതത്തിന്റെ നാടകം അങ്ങ് തുടങ്ങിയാലോ? നമുക്കിവിടെ നേരെ ചെന്ന് ഭൂതത്തിന്റെ വേഷം കിട്ടി അവരെ പേടിപ്പിച്ച് ഓടിക്കാം. ശരി, എങ്കിൽ തുടങ്ങിക്കോളൂ. എല്ലാവരും അവരവരുടെ വേഷമണിഞ്ഞോളൂ. എന്നിട്ട് ഇവരെല്ലാം പേടിപ്പിച്ച് ഇവിടുന്ന് ഓടിക്കുക. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേഗം നിങ്ങൾ റെഡിയാവ്. നമ്മൾ ഭൂതങ്ങളല്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായാലുണ്ടല്ലോ, പിന്നെ നമ്മൾ ഈ സ്ഥലം വിട്ട് വേറെ എവിടേക്കെങ്കിലും പോവേണ്ടി വരും. അതെ, നിങ്ങൾ ഈ സ്ഥലമെല്ലാം ഉപേക്ഷിച്ച് ജയിലിലേക്കാണ് പോകാൻ പോകുന്നത്. ഏയ്, ഇയാളെ കൂടെ പിടിച്ച് ആ പെൺകുട്ടിയുടെ കൂട്ടിയിട്. അത് കണ്ടോ, അത് കണ്ടോ, മുത്തശ്ശിന് പ്രാവായിരിക്കുകയാണ്. അപ്പൂപ്പനെ ആർക്കും പ്രാവൊന്നും ആക്കാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കേ, ഞാൻ അകത്തേക്ക് പോവാം. അല്ലല്ല, നീയല്ല പോവേണ്ടത്. ഞാനാണ് ആദ്യം അകത്തോട്ട് പോകുന്നത്. ശരി, രണ്ടുപേർക്കും അകത്തേക്ക് പോവാം. നീ മുന്നിലൂടെ പോയിക്കോ, ഞാൻ പിന്നിൽ കൂടെ വരാം. എന്നാ പിന്നെ ഞാൻ ലെഫ്റ്റും റൈറ്റും പൊസിഷൻ കവർ ചെയ്യാം. ഗുഡ് ഗുഡ് ബോയ്. സമയം എന്തായി മോനെ? ഒന്ന് സമയം പറഞ്ഞിട്ട് പോകണ്ട മോനെ.
എന്നോട് സമയം പറയാൻ ഞാനിവിടെ നിന്ന പിന്നെ എന്റെ സമയം നന്നായിരിക്കില്ല. രക്ഷിക്കണേ ഭൂതം. അവരിതെവിടെ പോയി? നീ ഒരു മണ്ടനാണല്ലോടാ മോനെ. നിന്നോട് ഞാൻ സമയം എത്രയെന്നല്ലേ ചോദിച്ചുള്ളൂ. അതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അല്ലെങ്കിൽ നിന്റെ വാച്ച് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നോക്കില്ലായിരുന്നോ? സമയം എന്തായി മകനെ? ഭൂതം ഓടിക്കോ, ഭൂതം വന്നേ, ഭൂതം. ഒന്നവിടെ നിക്ക് ചുൾബുൾ. ഭൂതവും പ്രേതവും ഒന്നും ഇല്ലെന്നേ. നീ എങ്ങോട്ടായി ഓടുന്നേ? ഒന്നവിടെ നിക്കേ. എങ്ങനെ നിൽക്കാനാ? പേടി കാരണം കാലം തന്നെ ഓടുന്നതാ. ഓടിക്കോ, ഭൂതം. ഡാച്ചു ഡാച്ചു ഡിങ്ടക് ഡിങ്ടക് ഡാച്ചു. ഇതൊക്കെ എന്താ ചുൾബുൾ? നീ എന്തിനാ വെറുതെ പിച്ചുമ്പിയൊക്കെ വിളിച്ചു പറയുന്നേ? അയ്യോ, ഇത് ഞങ്ങൾ ഡോങ്കിയിലൂടെ ഭൂതത്തെ ഓടിക്കാനുള്ള മന്ത്രമാണ്. ഓക്കേ, പക്ഷെ ദേവേത് നീ ഇനി ഓടരുത്. എങ്കിലേ എനിക്ക് ആ ഭൂതത്തിനെ പിടിക്കാനാവൂ. ഭൂതത്തെ ഇന്നവരെ ആരും പിടിച്ചിട്ടില്ല, ആർക്കും പിടിക്കാൻ സാധിക്കുകയില്ല. ഡാച്ചു ഡാച്ചു ഡിങ്ടക് 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 ഡാച്ചു ഡിങ്ടക് 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 ഡാച്ചു 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 ഡാച്ചു. നീ നിന്റെ മന്ത്രയ്ക്ക് നിർത്തി ഇവിടെ ഒളിച്ചിരുന്നു. നിന്റെ പേടി മാറ്റാനായിട്ട് ഞാൻ വേഗം ചെണ്ടൂനെ ഇങ്ങോട്ട് വിളിക്കാം. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്തിനാണ് എന്നെ വിളിച്ചത്? ദേ അങ്ങോട്ട് നോക്ക്, നീ അത് കാണുന്നുണ്ടോ? അയ്യോ, എന്റെ സകലമാന ജിന്ന് ഭൂതങ്ങളെ, ഇവിടെയുള്ള ഈ ഭൂതങ്ങളെ ഒന്ന് ഓടിച്ചു തരണേ. ഓ ഗ്രീൻ ജിന്ന് ചാത്ത, ഭൂതങ്ങളെ ഓടിക്കണേ. ഇപ്പൊ നിനക്കിതെന്ത് പറ്റി? നീ ഒരു ജിന്നല്ലേ? നീ എന്തിനാ പേടിക്കുന്നേ? ജിന്നാണെന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ? അവരെന്നെയും പിടിക്കില്ലേ? എനിക്കും ഭൂതങ്ങളെ പേടിയാണ്. എന്റെ പൊന്ന് ജിന്ന് മുത്തപ്പ, വേഗം വന്ന് ഈ ഭൂതങ്ങളെ ഓടിച്ച് എന്നെ രക്ഷിക്ക. വേഗം വന്ന് ഈ ഭൂതങ്ങളെ ഓടിച്ച് എന്നെ ഒന്ന് രക്ഷിക്ക. സമയം എന്തായി മോനെ? ഭൂതം, ഭൂതം, അതോ ഭൂതം, ഭൂതം. ഇത് ഇത് ശരിക്കുള്ള ഭൂതമാണല്ലോ. നൈസ് ജംപ്. അതിനെന്തിനാ നീ ഇത്രയും ഉയരത്തിൽ പോയത്? എന്നാ ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അയ്യോ, ഭൂതം, ഭൂതം. ബോസ്, ബോസ്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. കൈ കിട്ടുന്നെല്ലാം വാരിയെടുത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഭൂതം. എന്ത് പറ്റി? എന്താണ് സംഭവം? പോലീസിന്റെ റെയ്ഡ് വല്ലതും വരുന്നുണ്ടോ? ഇല്ല, പോലീസ് ഒന്നും വന്നില്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഭൂതങ്ങൾ ഇവിടെ റെയ്ഡ് നടത്തുകയാ. നമ്മളിവിടെ ഊടായ്പ ഭൂതത്തിന്റെ വേഷം കെട്ടി നാടകം കളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? ശരിക്കുള്ള ഭൂതത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാ തോന്നുന്നത്. അല്ല, നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ശരിക്കും അങ്ങനെ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. ആരെങ്കിലും നമ്മളെ പോലെ നാടകം കളിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളുടെ വലയിൽ തന്നെ നമ്മളെ വീഴ്ത്താനുള്ള പ്ലാൻ ആയിരിക്കും. ആദ്യമായിട്ടാ ഞാൻ ഭൂതങ്ങളുടെ വായിന്ന് ഭൂതം ഇല്ലാന്ന് പറയുന്നത് കേൾക്കുന്നത്. നിങ്ങൾ ഇത്രയും നാളും എല്ലാവരും പേടിപ്പിച്ചതല്ലേ? ഇനി നിങ്ങളെ കുറച്ചൊന്ന് പേടിക്ക്. അയ്യോ, ഭൂതം ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഭൂതങ്ങളുടെ വേഷം കെട്ടില്ല. ഇനി ഒരിക്കലും ഞങ്ങളുടെ തെറ്റായ പ്രവർത്തികൾ ചെയ്യില്ല. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ വെറുതെ വിട്ടോളാം. ഞങ്ങളെ ഒന്ന് വെറുതെ വിടേ പ്ലീസ്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ശരി, വെറുതെ വിട്ടേക്കാം.
വീർ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ഞങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന്. ഞാൻ പോലീസിനെയും വിളിച്ചോണ്ട് വന്നു. വെരി ഗുഡ് ഇംലി, നമുക്ക് പോവാം അപ്പൂപ്പ. വരൂ സരിക. മമ്മി. ഓ താങ്ക് യു മുത്തശ്ശ, താങ്ക് യു വീർ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്റെ മോളെ രക്ഷിച്ചു തന്നത്. ഇതെന്താ?